സ്പൈഡർമാൻ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായെങ്കിലും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മാർവൽ ഫാൻ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിവേഴ്സ് എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ അളി അങ്ങനെയല്ല, അളിയനെ എല്ലാ യൂണിവേഴ്സും എല്ലാ കഥയും എല്ലാം അറിയാം. എനിക്ക് ഈ 3D ഗ്ലാസ് വെച്ചിട്ട് സിനിമ കാണുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കാണും. ബൈ ദ വേ എന്റെ സ്പെക്സ് മിസ്സായി കേട്ടോ, അത് എവിടെയോ പോയി. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അളിയനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോഴേ എന്റെ അമ്മ പുട്ടും കുറ്റിയൊക്കെ മേടിച്ചോണ്ടിരിപ്പുണ്ട്. ഇത് വീട്ടിൽ ഇരുന്ന പഴയ പാത്രം എല്ലാം കൂടെ കൊടുത്തിട്ട് മേടിച്ചാണ് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ കുറച്ച് പൈസയും കൂടെ കൊടുത്തായിരുന്നു. ഇനി ഞാനും അമ്മയും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. ഓവറാക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കേ അമ്മയ്ക്ക് ചേരുള്ളൂ. അതുകൊണ്ട് ഫേസസ് കാനഡയുടെ ഈ 3 പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രോഡക്ട്സ് വൈറ്റ് ഡ്രസ് ആണെങ്കിൽ പേടിക്കുന്ന വേണ്ട, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു സ്ട്രോപ്പ് മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, നോൺ സ്റ്റിക്ക് ആൻഡ് വാട്ടർ പ്രൂഫും ആണ്. നെക്സ്റ്റ് ഹൈഡ്രാമാറ്റ് 3-in-1 ഫൗണ്ടേഷൻ. ഇതിൽ SPF പ്രൊട്ടക്ഷനും നല്ലൊരു മോയ്സ്ചറൈസിംഗ് തരുന്നു. നല്ലൊരു ബിൽഡബിൾ കവറേജും 24 hours ഹൈഡ്രേഷനും തരുന്നു. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫേസസ് കാനഡ കംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക് ആണ്. ഇത് കൊക്കോ ക്രഷ് ആണ് ഷെയ്ഡ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിളും ആണ്, ട്രാൻസ്ഫർ പ്രൂഫും ആണ്. ഇത് തന്നെ നമുക്ക് ഐഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു എൻറ്റയർ മേക്കപ്പ് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് സ്ട്രോപ്പ് മേക്കപ്പ് ഫിക്സർ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പേർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് ടാഗ് ചെയ്തും വെച്ചിട്ടുണ്ട്.